ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ ജയം. മുഹമ്മദൻസിനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു. പരിശീലകനെ പുറത്താക്കിയതിനു ശേഷമുള്ള ആദ്യ മത്സരമായിരുന്നു കേരളത്തിന്റേത്. തുടർ തോൽവികൾക്കും വിവാദങ്ങൾക്കുമൊടുവിൽ മഞ്ഞപ്പട വിജയവഴിയിൽ തിരിച്ചെത്തി. സ്വന്തം തട്ടകത്തിൽ താൽക്കാലിക പരിശീലകൻ TG പുരുഷോത്തമന്റെ ശിക്ഷണത്തിലിറങ്ങിയ ടീമിന് മിന്നും ജയം. രണ്ടാം പകുതിയിലായിരുന്നു 3 ഗോളും. 62-ാം മിനിറ്റിൽ മുഹമ്മദൻസ് ഗോളി സമ്മാനിച്ച സെൽഫ് ഗോളിൽ ലീഡെടുത്തു. 80-ാം മിനിറ്റിൽ നോഹ സദോയ് ഹെഡറിലൂടെ വല കുലുക്കി. 90-ാം മിനിറ്റിൽ അലക്സാണ്ട്രക്കോഫിന്റെ വകയായിരുന്നു 3-ാം ഗോൾ. 13 മത്സരങ്ങളിൽ 14 പോയിന്റുള്ള ബ്ലാസ്റ്റേഴ്സ് ലീഗിൽ 10ാമതാണ്. മത്സരത്തിനു മുൻപ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട പ്രതിഷേധിച്ചു. ലീഡേഴ്സ് ഓർ ലെയേഴ്സ് എന്നെഴുതിയ കറുത്ത ബാനറുമായാണ് മഞ്ഞപ്പട സ്റ്റേഡിയത്തിലെത്തിയത്. ആരാധകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും ആരാധകർ പറഞ്ഞു. മാനേജ്മെന്റ് തലത്തിലാണെങ്കിലും പ്ലേയേഴ്സ് തലത്തിലാണെങ്കിലും വിജയിക്കാനുള്ള മെന്റാലിറ്റിയും അതേപോലെ കപ്പടിക്കണമെന്നുള്ളൊരു മെന്റാലിറ്റിയും ടീമിന്റെ എല്ലാ ആളുകൾക്കും വേണം. അതേപോലെ മാനേജ്മെന്റ് ആവശ്യങ്ങൾ, ഫാൻസിന്റെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം, മാനേജ്മെന്റ് നല്ല രീതിയിൽ പരിഗണിക്കണം. ആ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം, അതിൽ വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം, അത് മാനേജ്മെന്റ് നിറവേറ്റണം. ഞായറാഴ്ച ജംഷഡ്പൂർ FCയുമായാണ് കേരളത്തിന്റെ അടുത്ത മത്സരം. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.